श्यामा मधुराधिपते राधे श्यामा सुरदास प्रभु हे गिरिधारी मेरा के प्रभु हृदय विहारी हरि 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 स्मरण करो हरि चरण कमल ध्यान करो मुरली माधव सेवा करो मुरहर गिरधारी भजन करो. സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഓം നമഃ ശിവായ. പയ്യന്നൂർ ശ്രീ നവ്യാത്രകോവിൽ ശിവക്ഷേത്രം ഗോപുര സമർപ്പണവും അറിയാൻ തറ ആൽത്തറ തിരുമുറ്റം കരിങ്കൽപ്പാക്കിയത് വഴിപാട് കൗണ്ടർ പയ്യന്നൂർ നഗരമധ്യത്തിലെ ശ്രീ ശിവക്ഷേത്രം വളരെ ശോച്യമായ അവസ്ഥയിൽ നിന്നുമാണ് ഇന്ന് ഈ പ്രൗഢിയിലേക്ക് വളരെ നല്ലവരായ ഭക്തജനങ്ങളും വളരെ നല്ല രീതിയിൽ സഹായിച്ചു. അതുപോലെ നല്ലവരായ നാട്ടുകാരും. ഈ വേളയിൽ നമ്മോടൊപ്പമില്ലാത്ത അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ നമ്പ്യാർ, ചാത്തുനായൻ, ശ്രീ ചന്ദ്രമോഹനേട്ടൻ, അതായത് മലബാർ മോഹനേട്ടൻ, കൂത്തൂർ ഗോപാലേട്ടൻ, ഉത്തമന്ത്രി ദാമോദർ പൊതുവാൾ, പാറാശ്ശേരി രാമേട്ടൻ എന്നിവരെ ഇതിന് ആദ്യകാല നേതൃത്വം കൊടുത്തവരാണ്. ഈ വേളയിൽ ഇവരെല്ലാം ഓർക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇനിയും ഈ ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ശ്രീ കുഞ്ഞപ്പ മാസ്റ്ററെയും ഈ കമ്മിറ്റി ഓർക്കുന്നു. 2017 മുതൽ അമ്പലത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനത്തിന്റെ തേരാളികളായിരുന്ന സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, നമ്മോടൊപ്പം ഇന്നീ വേളയില്ലാത്ത പ്രിയപ്പെട്ട മലബാർ മോഹനേട്ടൻ എന്നിവയടങ്ങുന്ന നവീകരണ കമ്മിറ്റിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. പിന്നീട് ഇന്നീ കാണുന്ന ചുറ്റുനടപ്പന്തൽ, ഗോപുരം എന്നിവയുടെ മുഖ്യ നേതൃത്വം വഹിച്ചു വരുന്നത് വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ നല്ല രീതിയിൽ ക്ഷേത്രം വഹിക്കുന്ന മുരീദ് ഷനായിയെ നമ്മുടെ ഈ കമ്മിറ്റി പ്രത്യേകം പ്രശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ മാതൃസമിതി പ്രത്യേകം ഈ നവീകരണ വേളയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഈ നവീകരണത്തിൽ അഹോരാത്രമായി പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ ജനറൽ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ നവീകരണത്തിന് സഹായിച്ച എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഈ വേളയിൽ ഒന്നുകൂടി ഞങ്ങൾ ഓർക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ്, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയും പ്രത്യേകം ഞങ്ങൾ ഇതിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. അത് എന്റെ കർത്തവ്യം. സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തെ ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പയ്യന്നൂരിന്റെ പ്രിയപ്പെട്ട എംഎൽഎ. നമുക്കറിയാം, നമ്മുടെ അമ്പലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് സമയത്തും നമ്മോടൊപ്പം നിൽക്കുന്ന പയ്യന്നൂരിന്റെ എംഎൽഎ ശ്രീ ടി മൗസൻ അവർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ ആഘോഷ കമ്മിറ്റിക്കും നവീകരണ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രിയപ്പെട്ട തന്ത്രി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ നവീകരണ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മോടൊപ്പം എപ്പോഴും നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ തെക്കേനെടുത്ത് താനാമല്ലൂർ നമ്പൂതിരി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ ഈ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം നല്ല രീതിയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ആദ്യം മുതൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന ശബരിമല മുൻ മേൽശാന്തി ശ്രീ കൊട്ടാരം ജയരനമ്പൂരി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വേളയിലും ഏത് സമയത്തും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ പി വി പുരപ്പൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ ഇതിൽ എത്തിച്ചേർന്ന് അതുപോലെ നമ്മുടെ അമ്പലത്തിൽ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ക്ഷേത്ര പ്രശ്നത്തിന്റെ ആയാലും ക്ഷേത്രത്തിന്റെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളായാലും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപന മഹോത്സവമായാലും വളരെ നല്ല രീതിയിൽ നമ്മോടൊപ്പം എല്ലാ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും നമ്മോടൊപ്പം സഹായിക്കുന്ന ശ്രീ സദനം നാരായണ പൊതുവാൾ അവർ ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയപൂർവ്വം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ സുരേന്ദ്രേട്ടൻ, പി ദിനേശേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി, അതുപോലെ അതുവഴി പ്രതിഷ്ഠാപന മഹോത്സവവും നവീകരണ കമ്മിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ദിനേശേട്ടൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ വിനോദ് കുമാർ, ജനറൽ കൺവീനർ, നമ്മുടെ ആഘോഷ കമ്മിറ്റിക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അതുപോലെ നവീകരണ പ്രവർത്തനങ്ങളായാലും കൂട്ടയായ ഒത്തൊരുമയോട് ചിത്രപ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ വിനോദ് കുമാർ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ കൃഷ്ണവർമ്മ രാജ് സർ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം അതുപോലെ ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് കെ പത്മനാഭൻ, ട്രസ്റ്റി ബോർഡ് മെമ്പറും ഇതിന്റെ വർക്കിംഗ് ചെയർമാനും കൂടിയായിട്ടുള്ള പപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം പപ്പാട്ടൻ ഈ അമ്പലത്തിൽ എല്ലാ കാര്യത്തിലും, അതായത് നമ്മുടെ നവീകരണ പ്രവർത്തനമായാലും പ്രതിഷ്ഠാപന മഹോത്സവ കമ്മിറ്റി ആയാലും വളരെ നല്ല രീതിയിൽ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ശ്രീ കെ പത്മനാഭൻ അവർകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ടുള്ള ഹരിയേട്ടൻ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഷ്ഠാപന മഹോത്സവ കമ്മിറ്റിയെയും ട്രസ്റ്റി ബോർഡിനെയും ജീവനക്കാരെയും ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ട്രസ്റ്റി ബോർഡ് ചെയർമാനായിട്ടുള്ള ശ്രീ ഹരിദാസിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നു ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ ചെയർമാൻ. അതുപോലെ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ ആർ എം ശങ്കരനാരായണ തിരുമുണ്ട്, ശ്രീ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ സുരേന്ദ്രൻ, ശ്രീ ദിനേശൻ, ശ്രീ പത്മനാഭൻ, അതുപോലെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ സദനാരായണൻ, ഈ ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉപദേശകനായി പ്രവർത്തിക്കുന്ന മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാജ് നമ്പൂതിരി, മാതൃസമിതി പ്രവർത്തകരായ ഭാരവാഹികളായ അമൃതവല്ലി, ശ്രീമതി രേഖ കാമരാജ്, അതുപോലെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഉദ്ഘാടന നടത്തുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ എ മധുസൂദനൻ കുറച്ച് വൈകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്രീ പ്രദീപ് കുമാർ, അദ്ദേഹത്തിൻ്റെ ചില അത്യാവശ്യമായിട്ടുള്ള തിരക്ക് കാരണം അദ്ദേഹത്തിന് എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹവും ഇന്നിവിടെ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ആശംസകളും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേരേണ്ട മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയായ ഇൻസിഡന്റ് കെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വർഷത്തെ ഉത്സവത്തിന് ശേഷമാണ് നമ്മൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു ഗോപുരം, ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് നമുക്ക് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു. അത് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തന്ത്രി അവരുടെ ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സന്തോഷം നടത്താൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ തന്ത്രി വരെ ബ്രഹ്മശ്രീ തെറ്റിനടുത്ത് തമിഴ് പത്മനാഭൻ ഉപയോഗിപ്പാട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തിൻ്റെ വാക്കുകളനുസരിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അവസാന വാക്ക്. ക്ഷേത്രത്തിൻ്റെ എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന് വളരെ സന്തോഷപൂർവ്വം അനുഗ്രഹ പ്രഭാഷണത്തിന് ശ്രമിച്ചു. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഭക്തജനങ്ങളെ, പയ്യന്നൂർ അഭ്യാസ ശിവക്ഷേത്രത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുന്ന വിധത്തിലാണ് ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണവും ഇന്നത് ദേവന് സമർപ്പിക്കുന്ന ചടങ്ങും നമ്മളിവിടെ നടത്തി കഴിയുന്നത്. ഏതാനും കുറച്ച് കാലങ്ങളായി ഈ ഒരു ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമം മലബാർ മോഹനൻ നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇതിന് വേണ്ട ശ്രമങ്ങളും രൂപകൽപ്പന ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. ആ കാലഘട്ടം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്നും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം ഈ ഗോപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇറങ്ങിയിട്ട് ഇതിനു വേണ്ടി മുൻകൈയെടുത്ത ഷെനായി മാഷ് പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പുകഴ്ത്തി പറയല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും എന്നെ വിളിക്കുമ്പോഴും ഇവിടുത്തെ പരിമിതികളും പരിവേദനകളും പരിഭവങ്ങളും
ഇന്ന് വടക്കു ഭാഗത്ത് കാണുന്ന അഗ്രശാല. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അതിനുള്ള ഒരു പ്ലാൻ ഇവിടെ വെച്ചത്. അതുകൂടി തുടങ്ങണം. അതുകൂടി കഴിഞ്ഞിട്ട് പിന്നീട് നവീകരണ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാഷായിട്ട് സംസാരിക്കുകയും ട്രസ്റ്റി ബോർഡിലെയും അതാത് കാലത്ത് മാറി വരുന്ന ട്രസ്റ്റി ബോർഡും അതാത് കാലത്ത് മാറി വരുന്ന ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും പ്രവർത്തനം തന്നെയാണ് ഇന്ന് ഈ അമ്പലത്തിൻ്റെ വികസനം. യാതൊരു സംശയമില്ല. പിന്നീട് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലെയും വളർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമാതിരി തന്നെ ഞാൻ ഇവിടെ മാസത്തിൽ ഒരു ദിവസം എൻ്റെ സൗകര്യം അനുസരിച്ച് വരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ദേവനോട് പറഞ്ഞ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനെ നല്ല നിലയിലാക്കി തീർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ പേരിൽ ഈ ഗോപുരം ഇവിടുത്തെ ഭഗവാന് സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് തന്ത്രി എന്ന എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. നമസ്തേ, നന്ദി. നമ്മുടെ നവീകരണ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ നമ്മളൊരു ഉദ്ഘാടന പരിപാടി നിശ്ചയിക്കപ്പെട്ടത് 10:50 ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 11 മണിക്ക് മറ്റൊരു പരിപാടി, ആ പരിപാടിക്ക് 11 മണിയാവും എന്നല്ലേ വന്നതാണ്. അത് വിളിക്കുന്നത് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഓരോ ദിവസം കഴിയുന്നതോറും ശിവക്ഷേത്രം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ സഹായത്തോടുകൂടി മെച്ചപ്പെട്ടു വരുന്നത് നമുക്കെല്ലാം വലിയ തോതിൽ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുകയാണ്. പഴയകാലത്തെ ഓർമ്മയിലുള്ള ഈ ശിവക്ഷേത്രവും ഇന്നത്തെ ശിവക്ഷേത്രവും ഒരു വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് നമുക്കിത് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. ഇതിന് നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പലരും, നേരത്തെയുള്ള പരിപാലിച്ചിട്ടുള്ള മോഹൻ ഉൾപ്പെടെയുള്ള പലരും ഇത് നമ്മുടെ കൂടെയില്ല. പക്ഷെ എന്നാൽ പുതിയ പലരും ചുമതല ഏറ്റെടുക്കാനും ഏറ്റവും ഭംഗിയാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയും മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാക്കുന്ന കാര്യമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. ഈ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ പയ്യന്നൂർ ശ്രീ നമ്പ്യാറ്റക്കോളം ശിവക്ഷേത്രത്തിലെ ഗോപുരം ആൽക്കര സംരക്ഷണം കിട്ടി അജാക്കര ക്ഷേത്രം തിരുമുഖം കരിങ്കൽശാല തുടങ്ങിയ ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിക്കും. പയ്യന്നൂർ ശ്രീ നമ്പ്യാറ്റക്കോളം ശിവക്ഷേത്ര നവീകരണ സമിതി ജനറൽ യോഗം 2023 ഡിസംബർ മാസം 10-നാണ്. യോഗം ചെയർമാനും ശ്രീ കെ പത്മനാഭൻ വർക്കിംഗ് ചെയർമാനും ശ്രീ CM വിനോദ് ജനറൽ കൺവീനറും ശ്രീ രജീഷ് കണ്ണൻ കൺവീനറുമായി 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. നവീകരണ സമിതി വഴിയായും ഇവിടുത്തെ നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ക്ഷേത്രത്തിൽ ഒരു ഗോപുരം നിർമ്മിക്കുന്നത്. സമിതിക്ക് കയ്യിൽ ഉണ്ടായിരുന്ന 5 ലക്ഷവും സമിതി നടത്തുന്ന 3 ജില്ലകളിൽ നിന്ന് ലഭ്യമായ 8,34,000 രൂപയും ചെലവഴിച്ചുകൊണ്ടാണ് ഗോപുരത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. സംരക്ഷണ രീതി നിർമ്മിച്ചിട്ടുണ്ട്. ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശ്രീമതി കൃഷ്ണന്റെയും ശ്രീമതി KK ദേവിക്കുട്ടിയുടെ സ്മരണക്കായി മാതാ ശ്രീ ശൈലേഷ് കൃഷ്ണൻ USA, ശ്രീമതി ലക്ഷ്മി എന്നിവരുടെ വകയാണ്. ഗോപുരത്തിന്റെ മുൻഭാഗത്ത് ചുമട്ട് LED ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡും ഓം നമഃ ശിവായ ഡിസ്പ്ലേ ബോർഡും പഴയവരായ ശ്രീ ഗോപാലൻ നായർ റിട്ടയർഡ് ഡിവിഷണൽ മാനേജർ സിൻഡിക്കേറ്റ് ബാങ്ക് ശ്രീമതി CT ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ മക്കൾ ശ്രീ CT വിജയൻ, സത്യനാഥ്, രമാരംഗനാഥൻ, വേണുഗോപാലൻ എന്നിവരുടെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. ഗോപുരം നിർമ്മാണത്തിന് അനുമതി ആകെ ആരാധ്യനായ ക്ഷേത്രങ്ങളിൽ പത്മനാഭനെ പാടുന്ന പാതാരെല്ലാം ഉണ്ടെന്ന് സാധനം സഭയിൽ കാണിച്ചത് വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെയും അതുപോലെ തന്നെ ഈ ഓരോരുത്തരുടെയും പാതാരങ്ങളിൽ
സാധനം നിസ്കരിക്കട്ടെ. ഒരു ക്ഷേത്രം എന്നത് ഒരു സംസ്കാരത്തിൻ്റെ സോഴ്സാണ്, ഉറവിടമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം നശിക്കുമ്പോൾ ആ കട്ടടത്തിലെ സംസ്കാരം കൂടിയാണ് നശിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ക്ഷേത്രാരാധന നമ്മൾ ഏത് വിധത്തിലാണോ അതിനെ ഉൾക്കൊള്ളുന്നത്, സങ്കല്പിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുക. ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഫലം തരുമെന്നാണ്. യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭയാമ്യഹം. അതിനനുസരിച്ചാണ് ഫലം എന്ന് പറയുമ്പോൾ, പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണമെന്ന് പറയുന്നത് അഥ പ്രതിഷ്ഠാസ്മവനാദ്യനന്തരം സമാജരേ സർവസുഖോത്സവം അഖില സമ്പദാപ്തയെ. എല്ലാ അർത്ഥത്തിലും സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഓരോ ക്ഷേത്രത്തിലും. ഇവിടെയും നാളെ മുതൽ ഇവിടെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുകയാണ്. ആ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടിയാണ്. അത് സമ്പത്ത് എന്ന് പറയുന്നത് കേവലം ധനം മാത്രമല്ല, കറൻസി നോട്ട് മാത്രമല്ല. കുട്ടികൾ നമുക്ക് ധനമാണ്, പുത്രസമ്പത്ത് എന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് അറിവ് ധനമാണ്, വിദ്യാധനം എന്ന് പറയാറുണ്ട്. ലാൻഡ് ഭൂമി ധനമാണ്, ഭൂസ്വത്ത് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ എന്തെല്ലാം ധനം എന്ന അർത്ഥത്തിൽ നമ്മൾ വ്യവഹരിക്കുന്നുവോ അത് മുഴുവൻ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ദേവനെയും ആരാധിക്കുന്നത്. പറയണമെന്ന് പറയും, പ്രവചനം നടത്തണമെന്ന് എന്തിനാ പറയണതെന്നാണെങ്കിൽ ആവശ്യമായ ആ ശക്തി എന്നെ ഉപാസിക്കുന്നവർ പറയുന്നത് കേൾക്കുന്നു. ഇത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ടല്ല. ഏറ്റവും വലിയ ശിവഭക്തൻ രാവണനാണെന്ന് പറയും. അവിടെ വേദം പറയുന്നത്, ഈ വേദമൊക്കെ പെടുന്നു ഒരുപാട് അനുഭവങ്ങൾ വെച്ച് പറയുകയാണ്. അപ്പം പറഞ്ഞു വന്നത്, വലിയ വലിയ ക്ഷേത്രങ്ങളാകുമ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണോ സമർപ്പണം ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഫലം കിട്ടും. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നവർക്ക് ആ ശരീരം ആരോഗ്യപൂർണ്ണമാണെങ്കിൽ ഇവിടെ ആരാധന നടത്തുന്നവരുടെ ശരീരത്തിനും നടത്തുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കും ഫലം കിട്ടും. കിട്ടിയെന്ന് വരില്ല ഇവിടെ നിങ്ങൾ. കാരണം ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, വിശ്വചക്രവർത്തിയായിട്ട് ഏതോ ഒരു ലോകത്തിരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയല്ല ഈശ്വരൻ. വ്യക്തമായിട്ട് പറയണം. ഞാൻ എൻ്റെ ഊഹാപോഹപ്പെടുത്തവും കൊണ്ട് വിളിച്ച് പറയണമെന്നൊന്നുമല്ല. വ്യക്തമായിട്ട് പറയുകയാണ്, നദേവോ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവൽ. ഒരു പശുവിനെ പാലിക്കുന്ന ഒരു പശുപാലകൻ, ഒരു ആട്ടിടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അല്ലെങ്കിൽ പശുക്കൂട്ടത്തെ തെറ്റ് ചെയ്യുമ്പോൾ, തിന്നാൻ പാടില്ലാത്തത് തിന്നുമ്പോൾ 2 അടി കൊടുക്കുകയും വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ഈശ്വരൻ നമ്മളെ മുന്നോട്ട് നയിക്കുകയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നയിക്കുന്നത്? യം രക്ഷിതുമിച്ഛന്തി ബുദ്ധ്യാ സംയോജയന്തി തം. എവിടെന്നെങ്കിലുമൊക്കെ സത്യത്തിൻ്റെ ശകലങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പം അതിനെ പിന്തുടരുവാനുള്ള ബുദ്ധി, ഇച്ഛ തരും ഭഗവാൻ. അങ്ങനെയാണ് സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമ്മളെ, ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് പോലെയാണ് ഈശ്വരൻ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് ധരിക്കാതെ വേണ്ടിയിരിക്കുക. ഈശ്വരൻ എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരുന്ന് ജീവൻ എങ്ങനെയാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്
അതിനനുസരിച്ച് അതുപോലെയാണ് ഈ ലോകത്തെ ഈശ്വരൻ നിയന്ത്രിക്കുന്നത് എന്നാണ്. ബഹുമാനപ്പെട്ട എംഎൽഎയാണ്. അദ്ദേഹം ചെറുകിട ഒരു പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വൈകുന്നതുകൊണ്ടാണ് അഭാവത്തിലാണ് ഈ ചടങ്ങ് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ ചടങ്ങ് ഉപയോഗിക്കാനല്ല വളരെ ആശംസ പ്രസംഗിക്കുന്ന ആളാണ്. അതുപോലെ ദിവസത്തിലെ ആയാലും മറ്റേ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇവിടെ ഈ ഗോപുര സമർപ്പണ ചടങ്ങ് നിർവഹിച്ച ബഹു അന്ന് ക്ഷേത്രം നൽകി ബ്രഹ്മത്തിൽ കൃത്യമെടുത്ത് കടലിൽ പത്മനാഭന് ഉണ്ണിപ്പാടുകൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച മുരളീധരക്ഷനായി ആശംസ നേരത്തെ നടന്ന വി കുഞ്ഞപ്പൻ അതിൻ്റെ വേദിയിലെ MP ചിത്ര കൗൺസിലർ എൻ്റെ സഹോദരൻ കാലം ശങ്കരനാരായണ ഗുരു സുരേന്ദ്രൻ VP ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് മെമ്പർ P ദിനേശൻ സദനനാരായണൻ എൻ്റെ സഹോദരൻ CM വിനോദ് ഞാൻ പ്രതീക്ഷിച്ചതിൽ അധികം വളർച്ച ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ടായിരുന്നു. വളരെ ചെറുപ്പകാലത്താണ് ഞാൻ ഈ പയ്യന്നൂർ കുട്ടിപ്പുറത്തുനിന്ന് കാലായത്തിൽ ഈ ക്ഷേത്രത്തിന് സന്ദർശനമല്ല ക്ഷേത്ര സന്ദർശനം നടത്തുന്ന മുമ്പത്തെ ചെറുപ്പകാലത്തിൽ 14 ദിവസം കൊണ്ട് തന്നെ ശിവരാത്രികളുടെ സാധനം പാനവളം കിട്ടും. പാനവളം കിട്ടാൻ വേണ്ടി ശരിക്കും അവതരണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച ഇപ്പം എൻ്റെ കണ്ണൂരിലൂടെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വളർച്ച. ഏകദേശം ശ്രീ അഡ്വക്കേറ്റ് PK കുഞ്ഞിരാമൻ നമ്പ്യാർ തൊട്ട് കുഞ്ഞപ്പൻ മാഷ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ കോട്ടയത്തെ സ്വൈനി അതുപോലെ ആളുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഒരുപാട് ആൾ വിനോദ് ചന്ദ്രമാനാട്ടൻ ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും ഈ ക്ഷേത്ര നവീകരണ സമിതി അതുപോലെ ക്ഷേത്ര പുനരുദ്ധാരണ സമിതികളുടെ ചെയർമാൻ പ്രസിഡന്റ് ആയി നടത്തിയ പ്രവർത്തനം. ശേഖരേശ്വര സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ പറശ്ശേരിക്കട മണപ്പുര അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില്ല മധുരാമൻ അത് 1ാം ഗ്രേഡ് ക്ഷേത്രങ്ങളിലും 2ാം ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ പേരുള്ളതാണ് ഈ 12 ക്ഷേത്രങ്ങളിലാണ് ഈ പറയുന്ന ശിവക്ഷേത്രം മിത്രകോവിലാണ് ക്ഷേത്രം. ഇത് സ്വയം പര്യാപ്തമാണ്. അതേസമയത്ത് ഈ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിനെ കീഴിൽ ഈ കാസർഗോഡ് ഡിവിഷനിൽ 223 ക്ഷേത്രങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഈ 223 ക്ഷേത്രങ്ങൾ 4ാം ഗ്രേഡ് ക്ഷേത്രങ്ങളായി 153 ക്ഷേത്രങ്ങളാണ്. ഈ 153 ക്ഷേത്രങ്ങളിൽ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിൽ സത്യം പറയാം അത് നിലനിർത്തി കൊണ്ടാവാൻ തന്നെ വലിയ പാടുകളുടെ രീതിയിലുള്ള പ്രവർത്തനമാണ് ശരിക്കും. ആ ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ട് ഇടപെടലുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൽ പോയി ഒരിക്കൽ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ വന്ന് 4ാം ഗ്രേഡ് ക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച അത്ഭുതകരമായ വളർച്ച. ഇത് കർണാടക മറ്റേ കുടകിലെ കുടകുകാരുടെ പാരമ്പര്യ കൃഷി ചെയ്യുന്ന ക്ഷേത്രമാണ്. അപ്പോൾ കുടകളിലെ വലിയ തോതിലെ ധനസമാനമാണ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ പനന്തമൻ ക്ഷേത്രം അതും ഇതുപോലെ തന്നെ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അവിടെ കൂടുതൽ ഈ പ്രസാദത്ത് കൊടുക്കുന്നുണ്ട്. പ്രസാദത്ത് ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്തത് ആദ്യത്തെ ഒരു ക്ലർക്ക് വഴിപാട് ക്ലർക്ക് നടത്തുന്ന ഒരു പറഞ്ഞാൽ അയാളെ കോണ്ടാക്ട് വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ കർണാടകത്തിൽ മഹാരാഷ്ട്രയിലൊക്കെ ആളുകളെ ഈ പറഞ്ഞ അനന്തപുരം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ട് അവരെക്കൊണ്ട് ഓരോ ദിവസവും ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 150 വരുന്ന ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഈ ശങ്കരാണ് നമ്മുടെ തിരുവടിയുണ്ട് അയാളെ കൊണ്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ കഴിഞ്ഞ 3 ദിവസമായി ശമ്പളം കൊടുക്കാനുള്ള വരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ നവീകരണ സമിതി ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. മഹാരാഷ്ട്ര മേഖല കണ്ടുകൂടാ നവീകരണ പ്രവർത്തന നിലയ്ക്ക് മുതലും ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട്.
ആവശ്യമായ ജനങ്ങളുടെ ശരിയായ രീതിയിൽ ഇടപെടലും അതുപോലെ തന്നെ വഴിപാട് നടത്തുവാനുള്ള ശ്രമം ഉണ്ടായാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പറയുന്നത് പ്രസാദത്തിൻ്റെ സമയമായി അപ്പോൾ എല്ലാവരും പ്രസാദവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ഇത്രയും വലിയൊരു പ്രവർത്തനം ഇതിൻ്റെ മാതൃസമിതിയും അതുപോലെ തന്നെ ഇതിൻ്റെ നവീകരണ സമിതി അതുപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി ഇവരൊക്കെ നടത്തിയ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയ തോതിൻ്റെ സഹായം 1.5 കോടി രൂപയോളം ചെലവിടുന്ന ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്താനും ഇത് ഈ നാട്ടിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങുന്നതിനായി മഹൽവ്യക്തികളെയും വേദിയെ ക്ഷണിക്കുന്നു. ആദ്യം ശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അവരുടെ ആദരവേറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹോപകാരം നൽകുന്നതിനായി ശ്രീ സദനം നാരായണ പൊതുവാളത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക. അടുത്തതായി സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ നമ്മുടെ നവീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എസ് മുരളീധർ ശർമ്മയെ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി ഫൗണ്ടേഷൻ വർക്ക് ചെയ്ത ശ്രീ അശോകൻ നാറൂർ ആൻറ്റി കരിവള്ളൂർ ഉപഹാരം ഏറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം വേദിയെ ക്ഷണിക്കുകയാണ്. ശ്രീ അശോകൻ നാറൂർ. കരിങ്കൽ വർക്ക് ചെയ്ത ശ്രീ രമേശ് ടി ആൻറ്റി കാർക്കല കർണാടക. കരിങ്കൽ വർക്ക് ചെയ്ത ശ്രീ രമേശ് ടി ആൻറ്റി കാർക്കല കർണാടക. ശ്രീ പ്രസാദ് കെ ആൻറ്റി ശ്രീ ഭഗവതി എഞ്ചിനീയർസ് കാറോളി. ഡ്രസ് വർക്ക് ചെയ്ത ശ്രീ പ്രസാദ് കെ ആൻറ്റി ശ്രീ ഭഗവതി. പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത ശ്രീ രഞ്ജിത്ത് വന്യത്തിനെ സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ വേദിയെ ക്ഷണിക്കുക. ശ്രീ രഞ്ജിത്ത് വന്യത്. ഓർഡുകൾ പാടിയത് ശ്രീ എം വി ബാബു ആൻറ്റി മാവിച്ചേരി. ഓർഡുകൾ പാടിയത് ശ്രീ എം വി ബാബു ആൻറ്റി മാവിച്ചേരി. പ്രധാന വാദന്മാടം ശില്പി ശ്രീ രാകേഷ് ആചാര്യ. ഗോപുരവും തിരുമുറ്റവും ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ശ്രീ കെ വി പ്രവീൺ തായ്നേരി പയ്യന്നൂർ. ഗോപുരവും തിരുമുറ്റവും ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്തത് ശ്രീ കെ വി പ്രവീൺ തായ്നേരി പയ്യന്നൂർ. ഈ ക്ഷേത്ര തിരുമുറ്റവും പരിസരവും കരിങ്കൽ സ്ലാബ് പാടിയത് ഗുരു സൂപ്പർമായ ശ്രീ കെ പത്മനാഭൻ അവരുടെ മകൻ ശ്രീ ജിനേഷ് പി എ ഉപഹാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുക. ഗുരു സൂപ്പർ ഇന്റർലോക്കിംഗ് പയ്യന്നൂർ ശ്രീ ജിനേഷ് പി. വാക്കുകൾ പറയാനിപ്പോൾ അസ്കൃതമാണ്. ഈ ഒരു ഗോപുരം പുനർനിർമ്മാണം ചെയ്യണമെന്നുള്ള ആശയം വളരെ കാലം മുമ്പേ ഉള്ളതാണ്. അതിൻ്റെ മുന്നോടിയായി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുകൊണ്ട് അതിന് സാധിച്ചു. ഏതായാലും ഗോപുരത്തിൻ്റെ സമർപ്പണം അതോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ നിലനിർത്താൻ ഉതകുന്ന ഒരു മഹത്തരമായ ഒരു വൃക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ നവ്യാത്ര ശിവക്ഷേത്രത്തിൻ്റെ നാടിയെന്നോ മർമ്മമെന്നോ വിളിക്കാൻ പറ്റുന്ന
ആ ആലോചന അത് സ്വാഭാവികമായിട്ട് വളരെയധികം അശ്രദ്ധയിൽ നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇവിടെ അടുത്ത കാലത്ത് നടത്ത എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ഞാൻ കണ്ടുവന്നത്. പല ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഇരുന്ന കാര്യക്ഷമതയും ആത്മാർത്ഥതയും അതുപോലെ തന്നെ അതിന് യാതൊരു തരത്തിൽ സാധ്യതയില്ലാത്ത നിലപാടുകളുടെ സഹകരണവും അതുകൊണ്ട് പുരുഷ പ്രവർത്തകരെ മാത്രമല്ല മഹിളാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ സമർപ്പണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഗോപുര സമർപ്പണവും പാത്ര സമർപ്പണവും ഒക്കെ തന്നെ അവർക്കുള്ള സമർപ്പണമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ശുഭാശംസകളുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റ് ശ്രീ ആർ ശങ്കരനാരായണൻ തിരുവോപ്പറ സംസാരിക്കും. അതിനായി സ്നേഹപൂർവ്വം സമർപ്പണം നടത്തിയ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിനേറ്റ് തരണിമോൾ പത്മനാഭൻ എന്നേർപ്പാട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കി തന്ന ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമ നമ്പൂതിരിപ്പാട് അധ്യക്ഷൻ, വേദിയിലും സദസ്യമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭക്തജനങ്ങളെ, നാട്ടുകാരെ, നേരത്തെ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇതിൻ്റെ വികസനത്തിൽ സുപ്രധാനമായ ഘട്ടമാണ് ഇന്ന് കടന്നുപോയത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ മുരളീധരനായുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നവീകരണ സമിതിയുടെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം വളരെ ഭംഗിയായി വളരെ ടൈം ബൗണ്ടായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ പ്രവർത്തിച്ച അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പികളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് ഒരു കണക്കിന് ക്ഷേത്രം അവയവങ്ങൾ ജീർണതകളൊക്കെ മാറ്റി ക്ഷേത്രം അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അതുവഴി ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ അവർക്ക് അവർക്ക് സ്വീകരിക്കുന്നതിനും അതുപോലെ മറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞു. പ്രസ്തുത ചടങ്ങുകൾക്ക് ശിവക്ഷേത്രത്തിൻ്റെയും ജീവനക്കാരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാവരുടെ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൂടി നടക്കുവാൻ ബാക്കിയുണ്ട്. കുറച്ച് നാളുകളായി ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് തൊഴുത് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകുന്ന ശ്രീ പള്ളിപ്പുറം രാഘവൻ എന്ന ഭക്തൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ പി ഹരിദാസ്, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്ന് പറഞ്ഞ നിയമോത്സവമാണ്. അല്പസമയത്തിനൊപ്പം 50,000 ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അഭാവത്തിൽ ഉദ്ഘാടനം ചെയ്തത് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ചെയർമാൻ ശ്രീ സുരേന്ദ്രൻ ആണ്. അതുപോലെ തന്നെ ഗോപുര സമർപ്പണം നടത്തിയ ചന്ദ്രേശ്വരൻ ബ്രഹ്മശ്രീ തെക്കേണത്ത് പത്മനാഭൻ വേദിയിലും സദസ്സിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്നേഹനിറഞ്ഞ ഭക്തജനങ്ങളെ, നാട്ടുകാരാണ്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രതിഷ്ഠാപന മഹോത്സവത്തോടനുബന്ധിച്ച്
ആദ്യത്തെ അറിയാത്തറ ഗോപുരം, അതുപോലെ തന്നെ വഴിപാടുകൾ എന്നീ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ഇവിടെ ക്ഷേത്രത്തിന് സമർപ്പിക്കാൻ സാധിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഈ അവസരത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഗ്രശാലയുടെ പ്രവർത്തനം കൂടിയാണ് ഇവിടെ ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് അഗ്രശാലയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും നല്ലവരായ സഹായ സഹകരണങ്ങൾ അതിനും ഉണ്ടാവും എന്ന് മാത്രം ഈ വൈകികളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അല്പസമയത്തുള്ള നമ്മുടെ MLA എത്തുമെങ്കിലും MLA ഞാൻ അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എന്ത് നല്ല പരിപാടിയിലും നമ്മുടെ MLA എത്താറുണ്ട്. ഇപ്പോഴിവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനത്തിലൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇവിടെ അധ്യക്ഷൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അദ്ദേഹം ചുമതലയെടുത്ത് ഏകദേശം ഒരു വർഷമായതേ ഉള്ളൂ. എങ്കിലും എല്ലാ നല്ല പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നല്ല നല്ല തീരുമാനമെടുത്തുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ശ്രീ PP ഹരിദാസ് അവരുടെ ട്രസ്റ്റി ബോർഡിൻ്റെ പേരിലും ക്ഷേത്രത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസാ പ്രസംഗം നടത്തിയ നഗരസഭ വൈസ് ചെയർമാൻ കുഞ്ഞപ്പാട്ടൻ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏത് പരിപാടിയെ കുറിച്ചാലും അപ്പോൾ കുഞ്ഞപ്പാട്ടൻ ഇവിടെ എത്തും. കുഞ്ഞപ്പാട്ടൻ്റെ വാക്കുകൂടിയായതുകൊണ്ട് പ്രത്യേക താല്പര്യത്തോടുകൂടി നമ്മളോടൊപ്പം സഹകരിക്കുന്നു. ശ്രീ PV കുഞ്ഞപ്പാട്ടൻ അവർക്ക് ക്ഷേത്രത്തിൻ്റെ പേരിലും നവീകരണ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ KV സുരേന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാസർഗോഡ് ഡിവിഷൻ ചെയർമാനാണ്. കഴിഞ്ഞ ദിവസമാണ് ചെയർമാനായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. മാത്രമല്ല നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാലത്തെ സജീവമായി ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടുപോകുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച കുഞ്ഞപ്പൻ മാസ്റ്ററുടെ മരുമകൻ കൂടിയാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ KV സുരേന്ദ്രൻ അവർക്ക് ക്ഷേത്രത്തിൻ്റെ പേരിലും നവീകരണ സമിതിയുടെ പേരിലും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു.